Hi, hello, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പഴയ ബിഗ് ബോസ് താരം ഡോക്ടർ രജിത് കുമാറും അതുപോലെ തന്നെ രേണു സുധിയുമായിട്ട് കുറച്ച് ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡോക്ടർ രജിത് കുമാർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്റെ കാര്യമായി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത്. 10 മില്യൺ എന്താ ഒരു കെയറിങ് അല്ലേ. സാധാരണ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആങ്ങളമാരെ പോലെ തന്നെ ഭയങ്കരമായിട്ട് കെയർ എടുത്ത് നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കരുത്, അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ അങ്ങോട്ട് തുള്ളിച്ചാടി പോവും, പിന്നെ നീ പെട്ടു പോകരുത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ടോക്കാണ് അന്ന് രജിത് കുമാർ പറഞ്ഞിട്ടുള്ളത്. എന്താ അല്ലേ, നല്ല സ്നേഹന്തിയായിട്ടുള്ളൊരു സഹോദരനെ കിട്ടിയതുപോലെയാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അദ്ദേഹത്തിന് ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ പൊള്ളും എന്നറിയാം. ആ ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു ലെവൽ തന്നെ മാറിയെന്ന് വേണം പറയാനായിട്ട്. അന്ന് കണ്ട രജിത് കുമാർ അല്ല ഇന്ന്. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഉള്ള വീഡിയോസ് കണ്ടാൽ അറിയാം. കഴിഞ്ഞ ഒരു ഷോയോട് കൂടി നമുക്ക് മനസ്സിലായി ഡോക്ടർ രജിത് കുമാർ ആരാണ്, അല്ലെങ്കിൽ ആളുടെ ഇപ്പോഴത്തെ ലെവൽ എന്താണ് എന്ന്. പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാണെന്ന് നമ്മൾ ബിഗ് ബോസ് കാലത്ത് തന്നെ കണ്ടതാണ്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ആള് കളിച്ചു തുടങ്ങിയത്. എന്തായാലും അതിന് പുറത്തും ആള് കളി തുടരുക തന്നെയാണ്. ബിഗ് ബോസ് ഷോ അല്ല ഇത് എന്നാള് മനസ്സിലാക്കുന്നില്ല. പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അതും ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവരും കയറി ഇടപെടുന്നുണ്ട്. ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ പറയുന്നത് പോലെ തന്നെ രേണു സുധി ജീവിക്കണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതമാണ്, അവരെ എങ്ങനെ വേണേലും ജീവിച്ചു പോട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ഫുൾ ഗോസിപ്പ് തന്നെയാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ മുതലെടുക്കുകയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കടന്ന് വരകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. സത്യത്തിൽ ആള് അഴിഞ്ഞാടുകയാണെങ്കിൽ അമ്മാദിക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഡോക്ടർ രജിത് കുമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആളുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഇച്ചിരി വഷളത്തരം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. കൂടിയെന്നല്ല, നല്ല വഷളത്തരം തന്നെയാണ് ആ ഒരു വീഡിയോയിൽ. ഈ ആളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണു സുധിയെ ഉപദേശിക്കാനായിട്ട് എത്തിയത്. എന്തിന്? അതിനുള്ള അർഹതയുണ്ടോ ഇയാൾക്ക്? ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപദേശിക്കാൻ എത്തിയത്. എന്ത് ബേസിലാണ് ആള് ഉപദേശിക്കാൻ എത്തിയത്? കണ്ട വീഡിയോ ആണ് ഒറിജിനൽ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടതാണ് അയാളുടെ ആ ഒരു ശരിക്കുള്ള സ്വഭാവം, അല്ലെങ്കിൽ ശരിക്കുള്ള മൂടി അഴിഞ്ഞു വീണത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളങ്ങോട്ട് അർമാദിക്കാണ്. അയാളുടെ ആ വീഡിയോ കണ്ടാൽ തന്നെ ആർക്കായാലും എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഡോക്ടർ രജിത് കുമാറിന്റെ ആ ഒരു ഫുള്ള് ഷോ തന്നെ. അയാൾ അല്ലെങ്കിൽ വന്ന ഷോയേക്കാൾ കൂടുതൽ ആള് ഷോ ഇറക്കി എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെക്കാൾ സ്കോർ ചെയ്തു. നല്ല രീതിയിൽ എയറിലാണ് രജിത് കുമാർ ഇപ്പോൾ, അല്ലെ? എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഈ ഓൺലൈൻ മീഡിയാസ് നല്ല രീതിയിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആക്കി വിട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ആൾ ഇന്നലെ വരെ കണ്ട നമ്മൾ ആ ഒരു രജിത് കുമാറിൽ നിന്നും ആള് വളരെ വ്യത്യസ്തനായി മാറിയിട്ടുണ്ട്. ഫുള്ള് കോഴിത്തരം എന്ന് വേണമെങ്കിലും പറയാം. അത്ര രീതിയിൽ ഓവറായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് രജിത് കുമാർ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര റീച്ച് കിട്ടും, അല്ലെങ്കിൽ ഞാൻ എന്തോ ആണെന്നുള്ള ഒരു ഭാവമാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ബോസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആളുടെ ആ ഒരു ലെവൽ എന്താണെന്ന്. എന്നാൽ അതിലും എക്സ്ട്രീം ലെവൽ ആണെന്ന് ഇപ്പൊ കാണിച്ചു തരികയാണ് രജിത് കുമാർ ചെയ്യുന്നത്. ബിഗ് ബോസ് ഷോയിൽ നമ്മൾ കണ്ട ആ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നത്? ഇത് ശരിക്കും അഭിനയമല്ല. വല്ല ഷോർട്ട് ഫിലിമോ സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാമായിരുന്നു ഇതൊരു അഭിനയം എന്നുള്ളത്. പക്ഷെ ഇത് പറഞ്ഞതിൽ കൂടുതൽ ഓവർ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഷോയിൽ നമുക്ക് രജിത് കുമാറിനെ കാണുന്നത്. ഇയാൾക്ക് ഒരു യോഗ്യതയും ഇല്ല രേണു സുധിയെ അങ്ങനെ ഒരു രീതിയിൽ ഉപദേശിക്കാൻ എന്നുള്ളത് ഞാൻ എടുത്തു തന്നെ പറയാണ്. എന്തായാലും ഈ വീഡിയോസ് കണ്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.